ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. 1-2 മണിക്കൂർ ഞാനിവിടെ AFK നിന്നായിരുന്നു. ഈ 10 വില്ലേജേഴ്സിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് അമ്മമാരിന്ന് വളരാൻ വേണ്ടിയിട്ട്. അധികം സമയമൊന്നുമില്ല, ഒരു 2 മണിക്കൂറേ ഉള്ളൂ. അത്രയും നേരം ഞാൻ ഫോൺ ഓണാക്കി വെച്ചിട്ട് ഇവിടെ AFK നിൽക്കുമായിരുന്നു. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് മിസ് ചെയ്തേക്കഞ്ഞ് അമ്മമാരെല്ലാം പുറത്തിറങ്ങിപ്പോയി. ഇവിടെ ബ്ലോക്ക് മിസ് ചെയ്ത ഞാനൊരു മണ്ടൻ, ഇവന്മാർ അതിലും മണ്ടന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് ഇവിടെ 2-3 പേര് ഇവിടെ കുത്തി നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് താഴെ പോകും ഗൈസ്. ഓരോരുത്തരെ തന്നെ തട്ടിയിടും. അങ്ങനെ കുറേ പേര് താഴെ പോയി ചത്തെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ 2-3 വക്കത്തും ഈ സൈഡിലും അങ്ങേയറ്റത്തൊക്കെ ഇരിപ്പുണ്ട്. ഒരുത്തും താഴെ വീണ് ചാവാൻ വേണ്ടി ശ്രമിച്ചാന്ന് തോന്നുന്നു. അവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. ടോട്ടൽ 3 ഉണ്ട്. 4 എണ്ണം അകത്ത്, ഒരു 5 എണ്ണം കിടപ്പുണ്ട്. അകത്ത് ഒരെണ്ണം കിടപ്പുണ്ട്. അപ്പോൾ ഒരു 5 വില്ലേജേഴ്സ് ആയിട്ടുണ്ട് നമുക്ക്. ഞാൻ 10 വില്ലേജേഴ്സിനെ ഞാൻ കുറേ നേരം ഇരുന്നിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ചായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് AFK നിൽക്കാമെന്ന് വിചാരിച്ച്. മൈൻക്രാഫ്റ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറി. ഇപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റ് അല്ല, എൻ്റെ കുഴപ്പമാണ്. എൻ്റെ കഴപ്പിന് എനിക്ക് കിട്ടി. എന്നാലും ഇതിനകത്തുള്ള കുറച്ച് വില്ലേജേഴ്സിനെ ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്ന് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഭാഗ്യത്തിന് ഇവന്മാരാരും നിഡ്വിറ്റ് അല്ല ഗൈസ്. നിഡ്വിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ. പക്ഷേ ഇവന്മാരാരും നിഡ്വിറ്റ് അല്ല. അല്ലായിരുന്നേ 5-6 നിഡ്വിറ്റിലും കണ്ടാണ്. ഈ 10 ഒരെണ്ണം പോലും നിഡ്വിറ്റ് അല്ല. പിന്നെ കുറേ പേര് താഴെ ചാടിയായിരുന്നു. അതിൽ വല്ല നിഡ്വിറ്റും ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ലല്ലോ. ഇപ്പം ഞാൻ കുറേ നേരം ഓണാക്കി വെച്ചിട്ട് ഒരു സ്ഥലം വരെ പോയേക്കുമായിരുന്നു. ഇവനെ ഒന്ന് കയറ്റണം ഇനി. കയറി. വക്കത്ത് പോയിരുന്നു കുന്ന. താഴെ പോവല്. എടാ അങ്ങോട്ട് ചാവാനുള്ളവനാ. അയ്യോ, എന്തിനാടാ ഞാൻ ഭാഗ്യത്തിന് ഞാൻ ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം കിട്ടിയെന്ന് തോന്നുന്നു. എല്ലാം കിട്ടി. ഈ മുകളിലും എല്ലാം കിടപ്പുണ്ടോ? എല്ലാം കിട്ടി. എനിക്കിന്ന് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനായിട്ടായിരുന്നു എൻ്റെ പ്ലാൻ. പകരം എൻ്റെ ലെഗിൻസ് പൊട്ടിയായിരുന്നു നേരത്തെ. അത് കുഴപ്പമില്ല, പിന്നെ ഉണ്ടാക്കാം. വില്ലേജേഴ്സ് പോയത് എനിക്കിട്ട് ഭയങ്കര ഒരു അടിയായിട്ട് തോന്നി. കാരണം കുറേ നേരം ഇരുന്ന് ഒപ്പിച്ച വില്ലേജേഴ്സ് ആയിരുന്നു. എടാ അതെങ്ങനെയാണ് മോളിൽ നിന്നൊക്കെ അടിക്കാൻ പറ്റുന്നത്? ഞാൻ അവസാനം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി അല്ല, വീട്ടിലല്ല വന്നിട്ടില്ല, മറ്റേ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 2 ഒരെണ്ണം എന്ത് ചെയ്യും? 1 2 3 വില്ലേജേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ഒരു 7 വില്ലേജേഴ്സിനെയും കൂടെ ഒപ്പിക്കണം. അതിൽ നിഡ്വിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അവനെ കൊല്ലണം. എന്തായാലും നിഡ്വിറ്റ് ഒന്നും ഇല്ലാതെ കറക്റ്റ് ഒരു 20 വില്ലേജേഴ്സിനെ, ഒരു 7 വില്ലേജേഴ്സിനെ കൂടെ ഒപ്പിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ഒരു വില്ലേജർ ഇങ്ങോട്ട് വന്നല്ലേ. പിന്നെ ഇവിടെ ഇത് നിഡ്വിറ്റാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ തട്ടിയേക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഗ്ലാസ് വെച്ച് എനിക്ക് വില്ലേജേഴ്സിനകത്തുനിന്ന് കാണാനായിട്ട്, അപ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് കാണാനായിട്ട്. പിന്നെ എന്താണ് ഈ 10 വില്ലേജേഴ്സിന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഡയമണ്ട് ആർമർ വാങ്ങുന്നത്. 4 വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് മറ്റേ ഈ ഒരു ഗോൾഡൻ ക്യാറ്റ് നമ്മൾ വാങ്ങുന്നത്. ഒരു വില്ലേജറിൻ്റെ കയ്യിൽ നിന്നാണ് മറ്റേ വെൻഡിങ് ബുക്ക് വാങ്ങുന്നത്. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഞാൻ ഒരു മോഡ് ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇട്ട മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവന്മാരുടെ ട്രേഡ് നമുക്ക് നോക്കാൻ പറ്റും. അതായത് ഞാനിപ്പോൾ എനിക്ക് മറ്റേ ട്രേഡ് നോക്കാൻ പറ്റും ഗൈസ് കംപ്ലീറ്റ്. ഇത് നമ്മുടെ കംപ്ലീറ്റ് മറ്റേ ഈ സംഭവമില്ലേ. എനിക്കിപ്പോൾ ഗോൾഡൻ ക്യാറ്റിൻ്റെ ട്രേഡ് വേണമെങ്കിൽ നമുക്ക് അവനെ അൺലോക്ക് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. സംഭവം ഇതെനിക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ ഇവൻ തരുന്നത് എനിക്ക് ഗോൾഡൻ ക്യാറ്റല്ല, പകരം ഈ ഒരു മെലനാണ്. അപ്പോൾ ആ ഒരു മെലൻ കിട്ടി എനിക്ക് ആവശ്യമില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ മെലൻ ഗോൾഡൻ ക്യാറ്റ് അല്ല കിട്ടിയെങ്കിൽ എനിക്ക് അത്ര എമറാൾഡും വേസ്റ്റ് ആവും, ഇവനെ ഈ വില്ലേജറിനെ വേസ്റ്റ് ആവും ഗൈസ്. അവനെ വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു മോഡ് ഞാൻ എടുത്തിട്ട്. അതിപ്പോൾ എല്ലാ വില്ലേജേഴ്സിനും ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫാർമറിന് മാത്രമല്ല. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഈ സ്മിത്തിങ് ടേബിളും ഈ ഒരു ഗ്രൈൻഡ് സ്റ്റോണും. ഇത് 2 എണ്ണം വെച്ചിട്ട് നമുക്ക് ടൂൾസ് ഒപ്പിക്കാൻ പറ്റും. ടൂൾസ് ഇല്ലേ, ഡയമണ്ട് ടൂൾസ്, അത് മാത്രമേ ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ആർമർ വേണമെങ്കിൽ എനിക്ക് 2 ബ്ലാസ്റ്റ് ഫർണസും കൂടെ വേണം. എൻ്റെ വീട് ഇരിപ്പുണ്ട്, അവർ ഞാൻ എടുത്തോണ്ടിരാം. നമുക്ക് ഈ 2 ബ്ലാസ്റ്റ് ഫർണസ് അങ്ങ് എടുത്തേക്കാം ഗൈസ്. ഓക്കെ, ഒരെണ്ണം എന്ത് ചെയ്യും?
ഓക്കെ അത് കിട്ടിയിട്ടുണ്ട്. ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനായിട്ട് എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകാം ഗൈസ്. ഇത് കുറച്ച് വുഡുണ്ട്, അത് വെച്ചിട്ട് കുറച്ച് ട്രാപ്പ് ഡോർ ഉണ്ടാക്കണം. പിന്നെ നിങ്ങളിപ്പോൾ ചോദിക്കുന്നതാ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു വില്ലേജേഴ്സിനെ കൂട്ടിയുള്ളൂ. ഒരു വില്ലേജേഴ്സിനെ കൂട്ടിയില്ല, കാരണം 4 വില്ലേജേഴ്സ് ഫുഡിനും 4 വില്ലേജേഴ്സ് ഈ ഡയമണ്ട് ആർമറിനും മാത്രമാണ്. ഒരു വില്ലേജർ നമുക്ക് മെൻഡിങ് ബുക്ക് തരാനായിട്ടാണ്. പിന്നെ ഒരു വില്ലേജറിന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മറ്റേ നമുക്ക് ഈ ഒരു എൻ്റർ ഡ്രാഗനെ കൊള്ളാനായിട്ട് നമുക്ക് കുറച്ച് എൻ്റർപ്രൈൻ്റെ ആവശ്യമില്ല, നമുക്ക് അവൻ്റെ ഒപ്പിക്കാൻ പറ്റും ക്ലിയറിക്കാക്കിയിട്ട്. ഇതിനെ നമുക്ക് പക്ഷേ നമുക്ക് ഈ ഒരു മെൻഡിങ് ബുക്ക് ഒപ്പിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ലെക്ടേണാണ്. ലെക്ടേൺ ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഒരു 3 ബുക്കിൻ്റെ ആവശ്യമുണ്ട്, എന്നാലും നമുക്കൊരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് ലാമെ കൊന്നപ്പോൾ എനിക്ക് 2 എണ്ണം കിട്ടി, അല്ല 3 എണ്ണം കിട്ടി. പിന്നെ ഒരെണ്ണം ഇവിടെ, പിന്നെ ഒരെണ്ണം ഇത് ഇരിപ്പുണ്ട്. അയ്യോ, അവിടെ കുറച്ച് ലാമ ഉണ്ടായിരുന്നല്ലോ, അവനെ കൊന്നപ്പോലായിരുന്നു. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല. ഒന്നുകൂടെ അങ്ങോട്ട് പോയി നോക്കിയാൽ അവൻ ഡിസ്പോൺ ആവുമെന്ന് തോന്നുന്നു. തേടിയ കാര്യം വള്ളി ചുറ്റി നമുക്കൊരു പശുവിനെ കിട്ടി. ഓക്കെ, അവൻ 6 ലെതർ തന്നു, അല്ല 1 ലെതർ തന്നു. ഇനി നമുക്ക് കറക്റ്റ് 3 ലെതറിൻ്റെ ആവശ്യമുണ്ട്. അതേണ്ട ഒരു ലാമ നിൽപ്പുണ്ട്. വെള്ളത്തിലോട്ട് അവനെ തുപ്പാൻ പറ്റൂല, ഒന്നും തന്നില്ല ഗൈസ്. ബാക്കി ഞാൻ പിന്നെ ഒപ്പിച്ചോളാം ഗൈസ്. എനിക്കെന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ എൻജാനിയർ റൂമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. അതുണ്ടാക്കിയാലേ നമുക്ക്, അല്ല അപ്പോഴത്തേക്കൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചേക്കാം ഗൈസ്. ഈ ഒരു ലെക്ടേണിൽ ഒരു ബെഡേ ഉള്ളൂ. എനിക്ക് താഴെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ കിടന്നുറങ്ങാനായിട്ട് ഒരു ബെഡ് വേണം. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് കിടന്നുറങ്ങാൻ മാത്രമല്ല, അത് വെച്ച് നമുക്ക് ബ്രീഡറും പ്രവർത്തിപ്പിക്കാൻ പറ്റും. കാരണം നമുക്ക് ഡബിൾ സ്പീഡ് വില്ലേജേഴ്സ് കിട്ടും. ഒരു ബെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കുറച്ച് റെയിലും മൈൻകാട്ടും വേണം. അത് 32 എണ്ണം ഉണ്ട്. പിന്നെ നമുക്കൊരു മൈൻകാട്ടും ഉണ്ടാക്കണം. ഓക്കെ, കുറച്ച് പവർ റെയിലൂടെ വേണം ഗൈസ്, ഞാൻ മറന്നുപോയി. വേണം ഗൈസ്, 6 എണ്ണം മതിയോ? 12 ഇരിക്കട്ടെ. ഒരു ബെഡ് ഇതിനകത്ത് നമുക്ക് വെക്കണം. ഓക്കെ, ഇവിടെ ഒരു ബെഡ് വെക്കണം. എൻ്റെ കയ്യിൽ നിറച്ച് സാധനങ്ങളുണ്ട്, കുഴപ്പമില്ല. എന്നിട്ട് കിടന്നുറങ്ങണം ഗൈസ്. ഓക്കെ, ഒരു 7 വില്ലേജേഴ്സിനെ ഒപ്പിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, കുറേ നേരം ഇവിടെ AFK നിൽക്കുമായിരുന്നു. അങ്ങനെ അവസാനം വില്ലേജേഴ്സ് എല്ലാം ബ്രീഡായി. ഞാൻ കുറേ നേരം ഞാൻ ബ്രീഡറിലും കുറേ നേരം AFK നിന്നിട്ട് ഒരു കറക്റ്റ് 8 അല്ലെങ്കിൽ കറക്റ്റ് 7 വില്ലേജേഴ്സിനെ AFK നിന്ന് ഒപ്പിച്ചായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു ഗൈസ്, ഈ ഒരു വില്ലേജസ് ഒന്ന് വളർന്നു വരാനായിട്ട്. അങ്ങനെ എല്ലാവരും വളർന്നെന്ന് തോന്നുന്നു. നിറ്റ്ബിറ്റൊന്നും ഇല്ലായിരുന്നേ കൊള്ളായിരുന്നു ഗൈസ്. ഓക്കെ, ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. താട്ടും ഓക്കെ, ഭാഗ്യത്തിന് ഇല്ലെന്ന് തോന്നി. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ബ്ലോക്ക് അറിയാണ്ട് മിസ് ചെയ്ത് വെച്ചെന്ന്. അത് ഞാനാണോ എന്ന് എനിക്ക് ഞാനല്ലാന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇടയ്ക്ക് മറ്റേ എൻഡർമാൻ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഒരു 3 ബ്ലോക്ക് കൂടെ താട്ട് ഒന്ന് കുഴിച്ച് വെച്ചത്. ഈ ഒരു വില്ലേജസ് കിടക്കുന്ന സ്ഥലം ഞാൻ എൻഡർമാൻ ഇവിടെ എങ്ങാണ്ട് കൊണ്ട് വെക്കുന്നത് കണ്ടായിരുന്നു, കുറച്ച് ബ്ലോക്ക്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി എൻഡർമാനാണ് നേരത്തെ കൊണ്ട് വെച്ചതെന്ന്. ഓക്കെ, നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ചെസ്റ്റ് വെച്ച്, എൻ്റെ കയ്യിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നില്ല അതിൽ വെക്കാനായിട്ട്. ഓക്കെ, അന്നേരം എനിക്ക് 9 ലെതർ കിട്ടിയത്. എൻ്റെ ഒരു 6 ലെതറിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ലെതർ ഞാനിവിടെ കുറച്ച് നേരം AFK എന്നപ്പോഴത്തേക്കും കുറേ നേരം ഇവിടെ AFK എന്ന സമയത്ത് എനിക്ക് കുറച്ച് കൗവിൻ്റെ സ്പോൺ കിട്ടിയിരുന്നു. അപ്പോൾ അമ്മമാരെല്ലാം കൊന്നിട്ട് എനിക്ക് ഇത്രയും ലെതർ കിട്ടി. അപ്പോൾ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഒരു ലെക്ടേണും കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് പോർട്ടൽ പൊട്ടിക്കണം. ഓക്കെ ഗൈസ്, ഇതുവരെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പണി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമ്മുടെ പോർട്ടൽ കംപ്ലീറ്റ് പൊടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ വില്ലേജസ് കയറി വരേണ്ട ഒരു സ്ഥലം ഉണ്ടാക്കണം. പിന്നെ എങ്ങോട്ടും ഇറങ്ങി പോകാതിരിക്കാനായിട്ട് കുറച്ച് കൂടും അമ്മമാർ നേരെ നമ്മുടെ വർക്ക് സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് ഇവിടെ കുറച്ചൊന്ന് സേഫ് ആക്കി വെക്കും. സേഫ് ആക്കാനല്ല, അമ്മമാരൊന്ന് പുറത്തേക്ക് ഓടി പോകാതിരിക്കാനായിട്ട്. എനിക്കൊന്ന് ബേസ് വരെ പോയിട്ട് വരണമെന്നുണ്ടായിരുന്നു. എനിക്കൊരു പോർട്ടൽ എവിടെ വരെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ എന്തായാലും ഞാൻ പണ്ട് ചെയ്തൊരു ആ വഴി തന്നെ നിന്നോട് ചെയ്യാം മീൻസ് ഈ ഐറ്റംസ് എല്ലാം പുറത്തേക്ക് എറിഞ്ഞു. കാരണം എൻ്റെ ഇപ്പോൾ വേറെ മറ്റേ ഇതൊന്നുമില്ല, എൻ്റെ വേറെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ആ പോർട്ടൽ അവിടെ ഉണ്ടാക്കിയാലും ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഐറ്റംസ് എല്ലാം ഇവിടെ ഇടാം. എല്ലാം പെട്ടെന്ന് നേരെ നല്ല വർക്കാവുമായിരുന്നേ കൊള്ളായിരുന്നു. ഓക്കെ ഗൈസ്, ഇനി നമുക്കൊന്ന് കയറി നോക്കാം. എവിടെ വരുമോ എന്തോ, ആ വില്ലേജറിൻ്റെ അടുത്ത് വരാൻ പാടില്ല ഗൈസ്, അല്ലെങ്കിൽ വില്ലേജറെല്ലാം ഇങ്ങോട്ട് തിരിച്ച് കയറും, അത് പാടില്ല. ഓ, അകത്ത് കയറിയോ? ഓ, എനിക്ക് തോന്നുന്നു മറ്റേ പോർട്ടലിൽ ചെന്നെന്നാ ഗൈസ്, മറ്റേ അയൺ ഫാർമിൻ്റെ പോർട്ടലിൽ. കണ്ടോ, ഭാഗ്യത്തിന് ഇവിടെ ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ ബാക്കിൽ കൂടെയാണ് ഞാൻ നേരെ താഴെ വീണേ. ഓക്കെ, അപ്പോൾ എനിക്ക് ആ പോർട്ടലൊന്ന് മാറ്റി വെക്കേണ്ടി വരും. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ചെയ്യാം. എന്തായാലും ഞാൻ ഐറ്റംസ് എല്ലാം എടുക്കട്ടെ.
എനിക്കെന്തായാലും എൻ്റെ കറക്റ്റ് പോർട്ടൽ ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഒരു വില്ലേജർ അവിടെ കിടപ്പുണ്ട്, അവനെ ഒന്ന് തള്ളിയിടാൻ പറ്റുമോ നോക്കാം. അതിന് മുമ്പ് തന്നെ അവിടെ അറിയാണ്ട് ഞാൻ മിസ് ക്ലിക്ക് ചെയ്ത്, കുഴപ്പമില്ല, പിന്നെ എങ്ങനെ മൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം എന്തായാലും ഈ ഒരു പോർട്ടലിലൂടെ സെറ്റാണ്. ഇവിടെ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഞാൻ പറയാം. ഓക്കെ ഗൈസ്, അങ്ങനെ 10 വില്ലേജേഴ്സ് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ട്രേഡിംഗ് ഹാൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ട്രേഡിംഗ് ഹാളല്ല, കുറച്ച് വില്ലേജേഴ്സ് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് വില്ലേജേഴ്സിന് ഇതൊന്ന് ട്രേഡിംഗ് ഹാളാക്കി എടുക്കണം ഗൈസ്. ഓക്കെ, ഞാനിവിടെ ഈ സൈഡിൽ 4 എണ്ണം, ഈ സൈഡിൽ 4 എണ്ണം, ഈ സൈഡിൽ 4 പേര്, ഈ സൈഡിൽ 4 പേര്, പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരാൾ, ഇപ്പുറത്തും ഒരാൾ, അങ്ങനെ 10 എണ്ണമായി ഗൈസ്. കംപ്ലീറ്റ് സിമെട്രിക് ആയിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സംഭവം വെക്കണം, അതായത് ഈ ട്രാപ്പ് ഡോർ വെക്കണം എല്ലായിടത്തും. വില്ലേജേഴ്സിന് മാത്രം കയറി വരാനായിട്ട് എങ്ങോട്ടും അവന്മാർ താഴെ വീണ്. വില്ലേജേഴ്സ് കറക്റ്റായിട്ട് കയറി വരാനായിട്ട് നമുക്കിവിടെ ഒരു ട്രാക്ക് ഉണ്ടാക്കണം, ഈ ഒരു റെയിൽവേ ട്രാക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ചൊന്ന് അടച്ചു വെക്കാം, അവന്മാരെ വേറെ ഇതിലേലും ഓടിപ്പോയാലോ. അതുകൊണ്ട് ഞാൻ പവർ റെയിൽ എടുത്തു, പക്ഷെ ഓണാക്കാനുള്ള സാധനം എടുക്കാൻ മറന്നു ഗൈസ്. എന്ത് ഭണ്ണത്തരാണ് ഞാൻ കാണിച്ചു. അതില്ലേലും അതുണ്ടെങ്കിൽ ഇല്ലേലും കുഴപ്പമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നോക്കാം. പവർ റെയിൽ ഇതേപോലത്തെ വന്ന് കയറി ഗൈസ്. പവർ റെയിൽ ഇല്ലേലും ഞാൻ അവന്മാരെ കൊണ്ടു ഗൈസ്. ഓക്കെ, ഒരാളെ കിട്ടി, പൊട്ടിച്ചു മാറ്റി വെക്കണം. ഇനി ഇങ്ങോട്ടും വെക്കണം ഗൈസ്. ഇവിടെ വന്നിട്ട് ഇവനൊരു തട്ട് കൊടുത്താൽ മതി ഗൈസ്, അവൻ തന്നെ വന്ന് കയറിക്കോളും. കണ്ടോ. ഓക്കെ, അപ്പോൾ പവർ റെയിലിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലേ ഗൈസ്. അങ്ങനെ എല്ലാ വില്ലേജേഴ്സിനും ഒന്ന് കയറ്റിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അവസാനത്തെ വില്ലേജറിനെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. യെസ് ഗൈസ്. ഓക്കെ, സത്യം പറഞ്ഞാൽ അധികം പാടില്ലായിരുന്നു ഗൈസ്. ഭയങ്കര സിമ്പിളായിട്ട് തോന്നി എനിക്ക്. കാരണം ഇതിനു മുമ്പ് ഞാൻ വില്ലേജറിനെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ അത് ചെയ്തപ്പോഴൊന്നും ഭയങ്കരമായിട്ട് വില്ലേജേഴ്സ് എനിക്ക് തലവേദനയായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ ഇപ്പം സിമ്പിളായെന്ന് തോന്നി. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും പോയിട്ട് ഈ സ്ഥലത്തൊരു പോർട്ടൽ സെറ്റ് ചെയ്യണം ഗൈസ്. എനിക്കിതിൻ്റെ ബാക്കൊന്ന് അടച്ചു വെച്ചേക്കാം ഗൈസ്. ഞാൻ പോയിട്ടൊരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്തുകൊണ്ട് വരാം ഗൈസ്. എന്നിട്ട് മറ്റേ പോർട്ടലിൽ നിന്ന് പൊട്ടിച്ച് മാറ്റാം. അന്നേരം ഇതിലോട്ട് ലിങ്ക് ആകുമായിരിക്കും, അല്ലെങ്കിൽ എല്ലാം കംപ്ലീറ്റ് അങ്ങ് വാളും ഗൈസ്. ഇപ്പോൾ എനിക്കൊരു ചെറിയ സമാധാനമുണ്ട് ഗൈസ്. നമ്മൾ അതിൻ്റെ പകുതി മുക്കാൽ പണിയും ചെയ്തു. ഓക്കെ, ഞാൻ ഇവിടെയാണ് വന്നത്. ഞാൻ നേരത്തെ വന്നത് മറ്റേ ബ്രീഡറിൻ്റെ സ്ഥലത്താണ്, പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ ആയിരുന്നു വന്നേക്കുന്നത്. ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോർട്ടലൊക്കെ പൊട്ടിച്ച് മാറ്റിയേക്കാം. ഇനി ഇതിൻ്റെ ആവശ്യമില്ല ഗൈസ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ഓണാക്കാം. ഓക്കെ, ബാക്കിലൊരു വലിയ ബാസ്റ്റ്യൻ നിൽപ്പുണ്ട്, പക്ഷേ ആ ബാസ്റ്റ്യൻ കൊണ്ട് ഗുണമില്ല. കാരണം ആ ബാസ്റ്റ്യൻ പൊട്ടിപ്പൊളിഞ്ഞതായതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നെതറൈറ്റും കിട്ടത്തില്ല. വേണമെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടും ഗൈസ്. വേറെ കുറച്ച് വേസ്റ്റ് കിട്ടും. കയറി നോക്കാം ഗൈസ്. ഇതൊന്ന് വർക്കാവുകയാണ്. ഇത് വർക്കാവായിരുന്നേ കൊള്ളായിരുന്നു ഗൈസ്. കാരണം എനിക്ക് നേരെ കയറി ചെല്ലുന്ന ട്രേഡിംഗ് ഹാള് ആയിരുന്നു. ബ്രീഡറിന് അങ്ങോട്ട് പോവല്ലേ, പോയി. അല്ലെങ്കിൽ നമുക്ക് ബ്രീഡർ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ചെയ്യാം ഗൈസ്. ഇനി നമുക്ക് ഈ ബ്രീഡറിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇനി വില്ലേജറിനെ വെച്ച് വല്ലതും ഉണ്ടാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഗൈസ്, ഇനി ബ്രീഡറിൻ്റെ ആവശ്യമുള്ള സമയത്ത് നമുക്കിനി ബ്രീഡർ ഓണാക്കാം ഗൈസ്. അതാണ് നല്ലത്. ഈ ഒരു പോർട്ടൽ വഴി കയറാം. ഇതൊന്ന് കറക്റ്റായിട്ട് വർക്കാവുമായിരുന്നേ കൊള്ളായിരുന്നു ഗൈസ്. എവിടെ ചെല്ലുമോ എന്തോ. പുതിയ പോർട്ടൽ വന്നില്ല ഗൈസ്. കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ട്രേഡിംഗ് ഹാളിലോട്ടാണ് ലിങ്ക് ചെയ്തേക്കുന്നത്. ഇനി ഡയമണ്ട് ആർമറും ടൂൾസും വാങ്ങാൻ പറ്റുന്ന രീതിയിലാക്കണം. ആക്സും സോഡും കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിക്കാക്സും ഷവലും കിട്ടി. ലെഗിൻസും ചെസ്റ്റ് പ്ലേറ്റും കിട്ടി. ഹെൽമെറ്റും ബൂട്ടും കിട്ടി. ഇവനും കൂടെ ഗോൾഡൻ ക്യാറ്റ് തരുമായിരുന്നേ. തന്ന് അങ്ങനെ ഇവൻ ഗോൾഡൻ ക്യാറ്റ് തരും. ഇവനും ഗോൾഡൻ ക്യാറ്റ് തരും. ഇപ്പുറത്തുള്ള ഇവനും ഗോൾഡൻ ക്യാറ്റ് തരും ഗൈസ്. അപ്പുറത്തുള്ള ഇവനും അങ്ങനെ ഗോൾഡൻ ക്യാറ്റ് തരും ഗൈസ്. ട്രേഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാനൊന്നും ട്രേഡ് ചെയ്തിട്ടില്ല. അതെല്ലാം ഞാൻ അടുത്ത എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഡയമണ്ട് ആർമർ ആവാനായിരുന്നു ഞാൻ ഇന്ന് ഇരുന്നേ. ഓക്കെ, ഉണ്ടാക്കാം. ഞാൻ ഡയമണ്ട് ആർമറും കൂടെ ഒപ്പിക്കാൻ നിന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലെങ്ത് വളരെ അധികം കൂടും. അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡ് ചെയ്യാം ഗൈസ്. അടുത്ത എപ്പിസോഡ് ഇപ്പോൾ ഓഫ് ക്യാമറ എനിക്ക് കുറച്ചുകൂടെ
ഇരുന്ന് AFK നിൽക്കാൻ പറ്റും. പിന്നെ അയൺ ഫാർമിലും കുറച്ച് AFK നിൽക്കണം. പിന്നെ ഇനി കുറച്ച് മൈനിങ്ങിനും പോയിട്ട് കുറച്ച് കോൾ ഒപ്പിക്കണം ഗൈസ്. അതെല്ലാം ഒപ്പിച്ചിട്ട് ഞാൻ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം ഗൈസ്.